السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് പരിപാവനമായ ദുൽഹജ്ജ് മാസത്തിലേക്ക് നാം പ്രവേശിക്കാനിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നാം എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളതുപോലെ ഓരോ സമയത്തിൻ്റെയും മാസത്തിൻ്റെയും ദിവസങ്ങളുടെയും പവിത്രത അത് ഉൾക്കൊണ്ട് അതിനെ പരലോകത്തേക്ക് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്നവരാണ് ബുദ്ധിമാന്മാരായ ആളുകൾ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടലാണ്. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ ആരാണോ പ്രവേശിപ്പിക്കപ്പെടുന്നത് അവരാണ് ശരിക്കും വിജയികൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ എപ്പോഴും എങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം, എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ അവസരവും അന്വേഷിക്കുന്നവനാണ് മുസ്ലിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം അവസരങ്ങളെ സംബന്ധിച്ച് നിരന്തരമായി സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ദിവസങ്ങളാണെങ്കിൽ ആ ദിവസങ്ങളിൽ ശ്രേഷ്ഠമായ സമയങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറയാറുണ്ട്. രാത്രിയുടെ അവസാനയാമം, തഹജ്ജുദിൻ്റെ സമയം, അതേപോലെ തന്നെ ഫജ്റിൻ്റെ സമയം, സുബഹിയുടെയും അസറിൻ്റെയും സമയം, ഇങ്ങനെ തുടങ്ങി ദിവസങ്ങളിൽ അതിൻ്റെ ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാറുണ്ട്. ഇനി ആഴ്ചകളിലാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്ന മിൻ അഫ്ദലി അയ്യാമിക്കും യൗമുൽ ജുമുഅ. ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. പരിശുദ്ധ റമളാൻ മാസം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അതാക്കും റമളാൻ ഷഹറുൻ മുബാറക്. ഇതാ റമളാൻ വരുന്നു, അനുഗ്രഹീതമായ മാസമാണ്, അതിന് ഇന്നെന്ന പവിത്രതകളുണ്ട്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിരുന്ന, ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന സന്ദർഭമാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഹാജിമാർക്കും അല്ലാത്തവർക്കുമൊക്കെ ഇത് വളരെ പവിത്രമായ മാസമാണ്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹി അൽ അയ്യാം. മാ മിൻ അയ്യാമിൻ, ഒരു ദിവസവുമില്ല, അല്ലെങ്കിൽ ദിവസങ്ങളില്ല, അൽ അമലു സ്വാലിഹു ഫീഹാ, സൽക്കർമ്മങ്ങൾ ആ ദിവസങ്ങളിൽ, അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി, പ്രിയപ്പെട്ടതായി, പ്രിയങ്കരമായതായി, മിൻ ഹാദിഹിൽ അയ്യാം, ഈ 10 ദിവസങ്ങളേക്കാൾ, യഅനി അയ്യാമൽ ആശർ, ഈ 10 ദിവസങ്ങൾ, ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾ, ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾ, സാലിഹായ അമലുകൾ, അതിനേക്കാൾ അള്ളാഹുവിന് പ്രിയപ്പെട്ട മറ്റൊരു അമലുമില്ല എന്നാണ്. അവിടെ ഉദ്ദേശിക്കപ്പെട്ടത് ഏതെങ്കിലും ഒരു പ്രത്യേക അമലല്ല എന്നത് മനസ്സിലാക്കണം നമ്മൾ. സാധാരണ നാം ഫളലിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് പറയാറുള്ളത്? നമസ്കാരത്തിൻ്റെ ഫളല്, ഫളലുൽ സ്വലാഹ്, അല്ലെങ്കിൽ ഫളലുൽ സിയാം, ഫളലുൽ ഹജ്ജി വൽ ഉംറ, ഫളലുൽ അദ്കാർ. പക്ഷേ ഇവിടെ അഫ്ളലായി, ശ്രേഷ്ഠമായി, അള്ളാഹുവിലേക്ക് പ്രിയപ്പെട്ടതായി പറഞ്ഞത് ഈ അമാലുകൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കുക എന്നതിനാണ്. ശ്രദ്ധിക്കുക, മറ്റു ദിവസങ്ങളിലും ഈ അമലുകളുണ്ട്, നമസ്കാരമുണ്ട്, അതേപോലെയുള്ള അമലുകളുണ്ട്.
പക്ഷേ ആ അമലുകളെല്ലാം ഈ 10 ദിവസങ്ങളിൽ സംഭവിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് മിൻ ഹാദിഹിൽ അയ്യാം യാനി അയ്യാമൽ ആശർ, ഈ ദിവസങ്ങളിൽ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളിൽ മറ്റൊരു സന്ദർഭത്തിൽ നമസ്കരിക്കുന്നതിനേക്കാൾ ഈ 10 ദിവസത്തെ നമസ്കാരത്തിന് ഫളലുണ്ട്. മറ്റു സന്ദർഭത്തിൽ നൽകുന്ന സദഖയേക്കാൾ ഈ 10 ദിവസത്തിലെ സദഖകൾക്ക് ഫളലുണ്ട്. അങ്ങനെ ഓരോ അമലും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഫഅക്സിറൂ ഫീഹിന്ന തഹ്ലീല വത്തഹ്മീദ വത്തക്ബീറ വത്തസ്ബീഹ്, ദിക്റുകൾ പൊതുവേ ചെല്ലണം. യാ അയ്യുഹല്ലദീന ആമനൂ ദുക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, ധാരാളമായി അള്ളാഹുവിൻ്റെ ദിക്ർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ 10 ദിവസം നിങ്ങൾ കൂടുതൽ ദിക്റുകൾ ചെല്ലണം, കൂടുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം, കൂടുതൽ അല്ലാഹു അക്ബർ എന്ന് പറയണം. സ്വഹാബികൾ ദുൽഹജ്ജ് മാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് തന്നെ അങ്ങാടികളിലാകട്ടെ വാഹനത്തിലാകട്ടെ വീട്ടിലാകട്ടെ തക്ബീറുകളൊക്കെ വർദ്ധിപ്പിച്ചിരുന്നു. തക്ബീറുകൾ സ്വന്തം നിലക്ക് ധാരാളമായി വർദ്ധിപ്പിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ 10 ദിവസങ്ങളിലുള്ള സൽക്കർമ്മത്തിന് അതേ സൽക്കർമ്മം മറ്റു സന്ദർഭത്തിൽ ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട്. ഖാലൂ യാ റസൂലല്ലാഹ്. അപ്പോൾ സഹാബികൾക്കൊരു സംശയം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പൊതുവെ അങ്ങനെ പറഞ്ഞതാണോ, അതല്ല ആ വേർഡ്സിൽ എന്താണുള്ളത് അങ്ങനെ തന്നെയാണോ? ചിലപ്പോൾ പ്രാധാന്യം സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയും, അതല്ല അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണോ എന്ന് സ്വഹാബികൾ ടെസ്റ്റ് ചെയ്യണം. അവർ ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നടത്തുന്ന ജിഹാദിന് പോലും ഈ 10 ദിവസത്തിലെ അമലിനേക്കാൾ ശ്രേഷ്ഠതയില്ലേ നബിയെ എന്ന് പറഞ്ഞാൽ, അതല്ലാത്ത സന്ദർഭങ്ങളിൽ ജിഹാദിന് വലിയ പ്രാധാന്യമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിന് പോലും ഈ 10 ദിവസത്തിലെ അമലിനേക്കാൾ ശ്രേഷ്ഠതയില്ല. ഒരാളൊഴികെ. ആരാണത്? ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈ. ഒരാളൊഴികെ, അയാൾ ജിഹാദിന് പോയി ഷഹീദായാൽ, ജീവനും കൊണ്ട് സമ്പത്തും കൊണ്ട് യുദ്ധത്തിലേക്ക് പോയി, പക്ഷേ ഇത് രണ്ടും കൊണ്ട് തിരിച്ചു വന്നില്ല, മരണപ്പെട്ടു, ഷഹീദായി, എങ്കിൽ ആ ഷഹീദിന് കൂലി കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനെ വിശദീകരിച്ചതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഷഹീദാവുന്ന കണ്ടീഷനിനല്ലാതെ യുദ്ധത്തിൽ പങ്കെടുത്താലുള്ള പ്രതിഫലത്തേക്കാൾ കൂടുതൽ പ്രതിഫലം ഈ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾക്കുണ്ട്. അതേത് സൽക്കർമ്മത്തിന്? എല്ലാ സൽക്കർമ്മങ്ങൾക്കും, ദിക്റുകൾക്ക്, നമസ്കാരത്തിന്, ഖുർആനിൻ്റെ ഖിറാഅത്തിന്, ദഅവത്തിന്, മറ്റു കാര്യങ്ങൾക്ക് എല്ലാം ഈ ദിവസങ്ങളിൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളെക്കുറിച്ച് സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വൽ ഫജ്ർ വലയാലിൻ ആശർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. അത് ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളെക്കുറിച്ചാണ് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിരിക്കുന്നു. സ്വഹീഹായ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇമാം ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്, അഫ്ളു അയ്യാമി ദുനിയ, ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ അയ്യാമുൽ ആശർ, ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസമാണ്. അത് അഫ്ളു അയ്യാം അദ്ദുനിയ എന്നാണ്, ദുനിയാവിലെ തന്നെ ഏറ്റവും അഫ്ളലായ ദിവസങ്ങളാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാനുള്ള കാരണമെന്ന് പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞത്, ഇസ്ലാമിൻ്റെ എല്ലാ ആരാധനകളും ഈ 10 ദിവസങ്ങളിൽ ഒത്തുവരുന്നു, അത് വേറെ ഒരു ദിവസവും ഒത്തുവരുന്നില്ല. റമളാനിൽ നമുക്ക് ഹജ്ജ് കാണാൻ കഴിയില്ല, റമളാനിൽ ഹജ്ജില്ല. നമുക്കറിയാം, ഇസ്ലാം അതിൻ്റെ 5 സ്തംഭങ്ങൾ, ഷഹാദ, അസ്സലാഹ്, അസ്സക്കാഹ്, അസ്സൗം, അതേപോലെ തന്നെ അൽ ഹജ്ജ്. ഈ 10 ദിവസങ്ങളിൽ നോമ്പ് സുന്നത്താണ്. അപ്പോൾ നോമ്പുണ്ട്, നമസ്കാരമുണ്ട്, ഉംറയുണ്ട്, ഹജ്ജുണ്ട്, എല്ലാമുണ്ട്. ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ആരാധനകളെല്ലാം തന്നെ ഈ ദിവസങ്ങളിൽ സമ്മേളിക്കുന്നു. അതാണ് ഈ ദിവസങ്ങളുടെ ഒരു പ്രാധാന്യം. അതിനു പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിമഹത്തായ ഈ മതത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഈ ദിവസങ്ങളാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഇസ്ലാമിനെ ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു.
എന്ന് തുടങ്ങിയതാണത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ, അന്ന് മുതലേ ഇസ്ലാമുണ്ട്. ഓരോ ഘട്ടത്തിലും ശരീഅത്തിന് മാറ്റങ്ങൾ അഥവാ കർമ്മ മേഖലകളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അഖീദയിൽ, വിശ്വാസകാര്യങ്ങളിൽ, അടിസ്ഥാന അർക്കാനുകളിൽ മാറ്റമില്ല. അതങ്ങനെ വന്ന് അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് ഇസ്ലാം പൂർത്തീകരിക്കപ്പെടുന്നത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. അനുഗ്രഹങ്ങളുടെ പൂർത്തീകരണം അത് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ മാത്രമേ പറയപ്പെട്ടിട്ടുള്ളൂ. ഒരാൾക്ക് സമ്പത്ത് കിട്ടി, അതിൻ്റെ പൂർത്തീകരണമാണ് എന്നൊരാൾക്ക് പറയാൻ പറ്റില്ല. കാരണം അയാളെക്കാൾ സമ്പത്തുള്ള മറ്റൊരാളുണ്ടാവാം. സൗന്ദര്യം അത് ഇന്ന ആളിൽ സമ്മേളിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം അയാളെക്കാൾ സൗന്ദര്യമുള്ള മറ്റൊരാളുണ്ടാകാം. അനുഗ്രഹങ്ങൾ ഒരിക്കലും പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅത്മംതു അലൈക്കും നിഅമതി, അത് ഇസ്ലാമിനെ കുറിച്ചാണ്. ഇസ്ലാം എന്ന അനുഗ്രഹം സമ്പൂർണ്ണമാണ്, പരിപൂർണമാണ്. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനൻ, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി, വിശ്വാസ ആചാര കർമാനുഷ്ഠാന രംഗത്ത് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടുന്ന മതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലുള്ളതെല്ലാം അല്ലാഹു തൃപ്തിപ്പെടുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇസ്ലാമിലില്ലാത്തതൊന്നും അല്ലാഹു തൃപ്തിപ്പെടുന്നതല്ല. അതുകൊണ്ടാണ് വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്തതിനെ ഒരാൾ ദീനായി സ്വീകരിച്ചാൽ അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല, പരലോകത്ത് അവൻ നഷ്ടക്കാരനായിത്തീരും. ആ നിലയ്ക്ക് ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു. അത് ഈ 10 ദിവസങ്ങളിലാണ്. ദുൽഹജ്ജ് 9 യൗമു അറഫയുടെ വൈകുന്നേരത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഈ ആയത്ത് ഒരു വെള്ളിയാഴ്ച ദിവസം യൗമുൽ ജുമഅയിൽ, യൗമു അറഫയിൽ, അശിയ്യത്തു യൗമി അറഫ, യൗമു അറഫയുടെ ഒരു വൈകുന്നേരത്താണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ്. അത് ഈ ദിവസങ്ങളിലാണ് സംഭവിച്ചത്. അതേപോലെ തന്നെ യൗമു തർവിയ ഈ 10 ദിവസങ്ങളിലാണ്. ഹാജിമാർ ഹജ്ജിന് വേണ്ടിയുള്ള ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതും മിനയിലേക്ക് പോകുന്നതും അതിനുവേണ്ടി ഒരുങ്ങുന്ന ഇസ്തിഅദാദ്, വെള്ളവും മറ്റുമൊക്കെ ഒരുക്കുന്നതിനാണ് തർവിയ എന്ന് പറയുന്നത്. യൗമു തർവിയ എന്ന് പറഞ്ഞാൽ വെള്ളവും വേണ്ടത്ര വെള്ളവുമെല്ലാം ശേഖരിച്ച് അറഫയിലേക്കും മിനയിലേക്കുമൊക്കെ പോകാൻ ഹാജിമാർ തയ്യാറാവുന്നത്. പവിത്രമായ ആ ദിവസം യൗമു തർവിയ എന്ന് പറയുന്ന ദിവസം അത് ഈ 10 ദിവസങ്ങളിൽ വരുന്നു. യൗമു അറഫ, യൗമു അറഫ എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങളിലൊന്നാണ് യൗമു അറഫ. ആ യൗമു അറഫയും സംഭവിക്കുന്നത് ഈ ദിവസമാണ്. യൗമു അറഫയുടെ നോമ്പ്, വസുഇല അൻ സൗമി യൗമി അറഫ ഫഖാൽ യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ. യൗമു അറഫയുടെ നോമ്പ് 2 വർഷം ഒരു വ്യക്തി ചെയ്ത വൻ പാപമല്ലാത്ത എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ്. 2 കൊല്ലത്തെ ചെറിയ പാപങ്ങളെല്ലാം ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് അള്ളാഹു മായ്ച്ചു കളയും. ഇഖ്ലാസോടു കൂടിയാണ് ആ വ്യക്തി അത് ചെയ്യുന്നതെങ്കിൽ അത്രക്ക് ഫضലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല 1-ാമത്തെ ആകാശത്തേക്ക് പകൽ സമയത്ത് ഇറങ്ങി വരുന്ന ദിവസം യൗമു അറഫയാണ്. ബാക്കി എല്ലാ ദിവസവും അത് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനയാമത്തിൽ. പക്ഷേ പകൽ സമയത്ത് അള്ളാഹു 1-ാമത്തെ ആകാശത്തേക്ക് ചില ഹദീസ് പ്രകാരം അതിൽ നിന്ന് അല്പം കൂടി താഴോട്ടിറങ്ങി വരുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഹാജിമാർക്ക് മുഴുവൻ പുറത്തു കൊടുത്തു എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി മലക്കുകൾക്കിടയിൽ പ്രഖ്യാപിക്കും, ഇവർക്കെല്ലാവർക്കും, ഇവരിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവർക്കെല്ലാം ഞാൻ പുറത്തു നൽകുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആ ഒരു ദിവസം അത് യൗമു അറഫയാണ്. അഫ്ളലു ദുആഇ ദുആഉ യൗമി അറഫ, ദുആകളിൽ ഏറ്റവും അഫ്ളലായ ദുആ യൗമു അറഫയുടെ ദുആ ആണ് എന്നിങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് യൗമു അറഫയുടെ, ഇൻഷാ അല്ലാഹ് അത് അതിൻ്റേതായ സന്ദർഭത്തിൽ നമുക്ക് കൂടുതൽ യൗമു അറഫയുടെ പ്രാധാന്യം മനസ്സിലാക്കാം. അതേപോലെ തന്നെ യൗമുൻ നഹർ, അത് 10-ാമത്തെ ദിവസം, ബലിപെരുന്നാൾ ദിവസം യൗമുൻ നഹർ. ഈ 10 ദിവസങ്ങൾ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞല്ലോ. ഈ 10-ൽ ഏറ്റവും വലിയ ദിവസം ഏതാണ് എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ള മറുപടി അത് യൗമുൻ നഹർ, യൗമുൽ ഹജ്ജിൽ അക്ബർ, ഏറ്റവും വലിയ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നടക്കുന്ന യൗമുൻ നഹറാണ് ഈ 10 ദിവസങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ള ദിവസം എന്ന് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ സംഭവിക്കുന്ന ദിവസം യൗമു അറഫ, യൗമു തർവിയ തുടങ്ങിയ എല്ലാ ദിവസങ്ങളും ഈ 10 ദിവസങ്ങളുമായി ഒത്തുവരുന്നു. അതുകൊണ്ടാണ് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാനുള്ള കാരണം.
ചില ഹദീസുകളിൽ, സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു തിസ്അ ദിൽഹിജ്ജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 9 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ചില ഉലമാക്കൾ അതിനർത്ഥം പറഞ്ഞത് ദുൽഹജ്ജ് 9-ന് യൗമു അറഫയുടെ ദിവസമാണ്, അന്നത്തെ നോമ്പിനെ കുറിച്ചാണ്. എന്നാൽ അതല്ലാതെ തന്നെ കൃത്യമായി റിവായത്തുകളിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറയുന്നത് എല്ലാ അമലും ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ 10 ദിവസമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? അമലുകൾ കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോൽക്കൽ പതിവായിരുന്നു. അത് ധാരാളം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഷഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ നോമ്പ് നോറ്റിരുന്നു. എന്തുകൊണ്ട്? ഷഅബാൻ മാസത്തിൽ തുർഫഉൽ അഅമാലു ഇലല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിലേക്ക് അമലുകൾ കയറിപ്പോകുന്നു. അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമൽ ഉയർത്തപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്നിരിക്കെ ഇത്രയധികം ഫളിലുള്ള ഈ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോൽക്കാതിരിക്കുകയില്ല എന്ന് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാമെന്ന് മാത്രമല്ല, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ പോലെയുള്ള നബി പത്നിമാരിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഈ 9 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ ദിവസങ്ങളിൽ തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. കാരണം ഏതൊരു ദിവസങ്ങൾക്കാണോ കൂടുതൽ പവിത്രതയുള്ളത്, അത്തരം സന്ദർഭങ്ങളിലുള്ള തെറ്റുകൾ കൂടുതൽ ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മിൻഹ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. പരിപാവനമായ പവിത്രമായ മാസമാണ്. അതുകൊണ്ട് ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, അതിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ളുൽമ് കാണിക്കരുത്, അക്രമം കാണിക്കരുത്, അരുതാത്തതൊന്നും നിങ്ങൾ ചെയ്യരുത്. ഓരോരുത്തർക്കും അതിൻ്റെതായ ഹുർമത്തുണ്ട്. ഇഹ്റാമിൽ പ്രവേശിച്ച ഹാജിമാർക്കുണ്ട്, ഇഹ്റാമിൽ പ്രവേശിക്കാത്ത എല്ലാ ലോകത്തിലുള്ള മുസ്ലിമീങ്ങൾക്കും ഈ പവിത്ര മാസങ്ങളെ അവർ ആദരിക്കേണ്ടതുണ്ട്, അവർ ബഹുമാനിക്കേണ്ടതുണ്ട്. ആ നിലക്ക് അള്ളാഹു പവിത്രമാക്കിയതിനെ ആദരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും അള്ളാഹു നിശ്ചയിച്ച അതിമഹത്തായ ഈ ദിവസങ്ങളെ വളരെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉളുഹിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ അതിനുള്ള കരുതലുകളും എടുക്കുക. ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ചിഹ്നങ്ങളിലൊന്നാണ് ഉളുഹിയ എന്ന് നമുക്കറിയാം. അതിനൊക്കെ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.